കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും വീട്ടിൽ കറണ്ട് പ്രവർത്തിപ്പിക്കുന്നവരല്ലേ? കറണ്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്താണ് ആദ്യം ചെയ്യുന്നത്? സ്വിച്ച് ഓൺ ആക്കും അല്ലേ? സ്വിച്ചുകൾ എത്ര തരമുണ്ട്? അതുപോലെ കറണ്ട് പ്രവഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വയറ് വേണം അല്ലേ? വയറിലൂടെയാണ് വൈദ്യുതി പ്രവഹിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള വയറുകൾ നിങ്ങൾക്കറിയാം? ഇനി കറണ്ട് അധികമായി ഒരു സർക്യൂട്ടിൽ കൂടി പ്രവഹിക്കുകയാണെങ്കിൽ എന്തുപയോഗിക്കണം? എങ്ങനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് നിർമ്മിക്കാം? കറണ്ട് എങ്ങനെ പാഴാക്കാതിരിക്കാം? ഇനി ഇലക്ട്രിക് ഷോക്ക് എങ്ങനെ സംഭവിക്കും? എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടന്നാലോ? Look at page number 67. There we can see two pictures related with the circuit flow. Now, note down in your science diary what 1, 2, 3 and 4 in the given circuit indicate. ഈ രണ്ട് ചിത്രങ്ങളും കണ്ടോ? ബൾബുകൾ പ്രകാശിച്ച് നിൽക്കുന്നു. ഈ രണ്ടാമത്തെ ചിത്രത്തിലെ 1, 2, 3, 4 എന്നിട്ടിരിക്കുന്ന ആ നമ്പേഴ്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്പർ 1 ഡിവൈസ് അല്ലേ, ബൾബ്. നമ്പർ 2 വയർ, കോപ്പർ വയർ. നമ്പർ 3 സെൽ, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. നമ്പർ 4 സ്വിച്ച് ഓൺ പൊസിഷൻ. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈസ് ദ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ? ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ? നമുക്ക് ഓൾറെഡി അറിയാം ഇത് ക്ലോസ്ഡ് ആണ്. ബിക്കോസ് ഇവിടെ ബൾബ് പ്രകാശിച്ച് നിൽക്കുന്നു അല്ലെ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പം ബൾബ് കത്തി. അപ്പോൾ ഇതുകൊണ്ട് ക്ലോസ് സർക്യൂട്ട് ആണ്. വാട്ട് ചേഞ്ച് ഷുഡ് ബി made in the circuit to show it as an open circuit? ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ പറഞ്ഞ ഈ 4 കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഡിസ്കണക്ട് ആക്കിയാൽ മതി അല്ലേ? A switch is a device used to make a circuit work only when necessary. ഇനി എന്താണ് ഒരു സ്വിച്ച് എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു ഡിവൈസ് ആണ്. യൂസ്ഡ് എന്തിനു ഉപയോഗിക്കുന്നു? ടു മേക്ക് എ സർക്യൂട്ട് വർക്ക്. ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യാനായിട്ട്, പ്രവർത്തിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഉള്ളി എങ്ങനെയാണെങ്കിൽ വെൻ നെസസറി, അത്യാവശ്യം ഉള്ളപ്പോൾ മാത്രം വൈദ്യുതി പ്രവഹിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് സ്വിച്ച്. ക്ലിയർ ആയല്ലോ? ഇനിയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വയേഴ്സ് ഉണ്ട്. വ്യത്യസ്ത തരം വയറുകൾ ഉണ്ട്. വിച്ച് ആർ ദ കണ്ടക്ടിങ് വയേഴ്സ് യൂഷ്വലി യൂസ്ഡ് ഇൻ സർക്യൂട്ട്? ഏതൊക്കെ വയേഴ്സ് ആണ് സാധാരണയായിട്ട് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നത്? ഈ ചിത്രം ഒന്ന് നോക്കുക. ഫസ്റ്റ് വൺ മൾട്ടി സ്റ്റാൻഡേർഡ് വയർ. മൾട്ടി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 10 വയേഴ്സ് കാണും. അതിങ്ങനെ ഇങ്ങനെ ചുറ്റപ്പെട്ട് എന്നിട്ട് അത് ഇൻസുലേഷനകത്ത് ഇരിക്കുകയാണ്. അടുത്ത ലാമിനേറ്റഡ് വയർ ഉണ്ടോ? ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന വയറാണ്. 3 സർവീസ് വയർ, അതായത് നമ്മുടെ വീടുകളിൽ പോസ്റ്റിൽ നിന്നൊക്കെ വീട്ടിലേക്ക് കൊടുക്കുന്ന ആ കണക്ഷൻ സർവീസ് വയർ മുഖേനയാണ്. കണ്ടല്ലോ സർവീസ് വയർ, അതായത് കണ്ടോ ഇൻസുലേഷൻ ഒക്കെ നല്ല തിക്കായിരിക്കും. അതിനകത്താണ് കോപ്പർ വയർ ഉള്ളത്. നോക്കുക, നോൺ ഇൻസുലേറ്റഡ് വയർ സാധാരണ പോസ്റ്റുകളിൽ കാണുന്നതാണ്. കണ്ടോ ഇൻസുലേഷൻ, ഇൻസുലേഷൻ ഒന്നും ഇല്ല. ഉണ്ടല്ലോ ആ വീട്ടിൽ പോസ്റ്റിൽ നിന്ന് വരുന്നതും അതുപോലെ വൈദ്യുത പോസ്റ്റുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ് നോൺ ഇൻസുലേറ്റഡ് വയർ. ഇനിയും അതുപോലെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ഉണ്ട്. പലതരം സ്വിച്ചുകളാണ് കണ്ടോ. ഓർഡിനറി സ്വിച്ച് ഫസ്റ്റ് വൺ. അടുത്തത് ബെൽ സ്വിച്ച്, 2 വേ സ്വിച്ച്. നെക്സ്റ്റ് പ്രസ് ബട്ടൺ സ്വിച്ച്. അടുത്ത് DP സ്വിച്ച്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്വിച്ച്, അതൊന്ന് നോക്കി വെക്കുക. ഇനിയും
You might have seen lines carrying electricity and also the wires that carry electricity from electric posts to houses. അതായത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും ലൈൻ carrying electricity and also the wires that carry electricity. വയറും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതായിട്ട് ഫ്രം ഇവിടുന്ന് ഇലക്ട്രിക് പോസ്റ്റ് ടു ഹൗസസ്, പോസ്റ്റിൽ നിന്ന് ഹൗസുകളിലേക്ക്. ഫൈൻഡ് ഔട്ട് ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് സച്ച് കണ്ടക്ടിങ് വയേഴ്സ്. അങ്ങനെയുള്ള വയേഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. സയൻസ് ഡയറിയിൽ എഴുതി വെക്കുക. അതായത് പോസ്റ്റിൽ നിന്നും പോസ്റ്റിലേക്ക് പോകുന്ന ആ വയേഴ്സിന്റെ പ്രത്യേകതയും അതുപോലെ പോസ്റ്റിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ആ വയേഴ്സിന്റെ പ്രത്യേകതയും നമ്മളിവിടെ കണ്ടല്ലോ. സർവീസ് വയറും നോൺ ഇൻസുലേറ്റഡ് വയർ, ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകതകൾ എഴുതി വെക്കാനാണ് പറയുന്നത് ഇവിടെ ഇൻ യുവർ സയൻസ് ഡയറി. ഓക്കെ, ഇനിയും സേഫ്റ്റി ഫ്യൂസ്. എന്താണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് ഇവിടെ പറയാൻ പോവുകയാണ്. Hope you have got an idea of some simple electric circuit. നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സർക്യൂട്ടൊക്കെ അതിനെക്കുറിച്ചുള്ള ആശയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. Isn't it very essential to operate device making sure of the safety of the electrical circuit through which current flows? അതായത് വെരി എസെൻഷ്യൽ, വളരെ അത്യാവശ്യമാണ് എന്താ, ടു ഓപ്പറേറ്റ് ഡിവൈസസ്, ഈ ഡിവൈസസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. മേക്കിംഗ് ഷുവർ ഓഫ് ദ സേഫ്റ്റി ഓഫ് ദി ഇലക്ട്രിക്കൽ സർക്യൂട്ട്. നമ്മളിങ്ങനെ ഡിവൈസ് ഒക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് സുരക്ഷിതമാക്കണം? സേഫ്റ്റി ഓഫ് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഈ കറണ്ട് പാസ് ചെയ്തു പോകുന്ന ആ സർക്യൂട്ട് സുരക്ഷിതമായിരിക്കണം. ഇപ്പം ഫാൻ ആണേലും അതുപോലെ മിക്സി ആണേലും അതുപോലെ ബൾബ്, TV ഇതൊക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ, ആ ഡിവൈസ് ഒക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ ആ ഇലക്ട്രിക് ഫ്ലോ എങ്ങനെയായിരിക്കണം? സുരക്ഷിതം ആയിരിക്കണം. ഓക്കെ, സേഫ്റ്റി ഫ്യൂസ് ഈസ് വൺ സച്ച് ഡിവൈസ് യൂസ് ഇൻ സർക്യൂട്ട്. സേഫ്റ്റി ഫ്യൂസ് അതിനുവേണ്ടി, അങ്ങനെ ഒരു ഡിവൈസ് ആണ്, സുരക്ഷിതമാകാൻ വേണ്ടി ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് സേഫ്റ്റി ഫ്യൂസ്. ഓക്കെ, operate the electric circuit, arrange some as shown as in the figures. As you know, the fuse is very thin wire. Doesn't it the bulb glow now? ഈ സർക്യൂട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ ഈ ചിത്രങ്ങളിൽ കാണുന്ന പോലെ. നിങ്ങൾക്കറിയാമോ, ദ ഫ്യൂസ് ഈസ് വെരി തിൻ. ഫ്യൂസ് എന്ന് പറഞ്ഞാൽ വെരി തിൻ വയറാണ്, അങ്ങനെയല്ലേ? അപ്പോൾ ബൾബ് ഗ്ലോ ചെയ്യുമോ, കത്തുമോ എന്നാണ് ചോദ്യം. What do you observe when the circuit is operated using more cell? കൂടുതൽ സെല്ലിങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുമോ? Doesn't the fuse wire get burned off throwing the circuit open? അപ്പൊ ഈ ഫ്യൂസ് വയർ അടിച്ചു പോകുമോ, ഇത് ബേൺ ചെയ്യുമോ, കത്തിപ്പോവെന്നാണ് ചോദ്യം. The fuse wire get heated when current flow through it. അപ്പം കറണ്ട് അതിലെ പോകുമ്പോൾ എന്ത് ചെയ്യും? ഫ്യൂസ് വയർ ചൂടാകും. It was the flow of excess current that burned off this thin fuse wire. അപ്പം കറണ്ട് എക്സസ് ആയിട്ട് പോകുമ്പോൾ, കൂടുതലായിട്ട് പോകുമ്പം ഈ ഫ്യൂസ് വയർ എന്ത് ചെയ്യും? ബേൺ ചെയ്യും, കത്തിപ്പോകും. ഇവിടെ പറയുന്ന ബോക്സ് കൊടുത്തിരിക്കുന്ന അത് ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. Safety fuse is a device used in circuit as a precaution to protect the circuit and electric devices from damage caused by the flow of excess current. അതായത് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണ്. എവിടെ ഉപയോഗിക്കുന്നു? യൂസ് ഇൻ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നു. എന്തായിട്ട്? ആസ് എ പ്രിക്കോഷൻ, മുൻകരുതലായിട്ട്. എന്തിനെ? ടു പ്രൊട്ടക്ട് ദ സർക്യൂട്ട്, സംരക്ഷിക്കാൻ സർക്യൂട്ടിനെ. ആൻഡ് ഇലക്ട്രിക് ഡിവൈസ്, ഉപകരണങ്ങളെ. എവിടുന്ന്? ഫ്രം ഡാമേജ്, നാശത്തിൽ നിന്ന്. എങ്ങനെ? കോസ്റ്റ് ബൈ, കാരണമാകുന്നു, ബൈ ദ ഫ്ലോ ഓഫ്, ഒഴുക്ക്, എന്തിന്റെ? എക്സസ് കറണ്ട്. അതായത് കൂടുതൽ കറണ്ട് ഒരു ഡിവൈസിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? ഫ്യൂസ് വയർ ബേൺ ചെയ്ത് ആ ഇലക്ട്രിക് ഡിവൈസിനെ സംരക്ഷിക്കുന്നു. അതാണ് ഒരു ഫ്യൂസ് വയറിന്റെ, സേഫ്റ്റി ഫ്യൂസിന്റെ ജോലി. ഓക്കെ, safety fuse is a device used in circuit as a precaution to protect the circuits and electric device from damage caused by the flow of excess current. Okay, outside the circuit in your house and find out where fuse wire are used.
haven't you understand the importance of the safety fuse? ഇപ്പൊ സേഫ്റ്റി ഫ്യൂസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലായല്ലോ. നിങ്ങളുടെ വീട്ടിലുള്ള ഹൗസിലുള്ള ഉപകരണ ഫ്യൂസ് ഒക്കെ നോക്കണം, എന്നിട്ട് അതെല്ലാം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം, സേഫ്റ്റി ഫ്യൂസിന്റെ ഒക്കെ. ഓക്കെ. A special type of thin wire is used in the safety fuse. അപ്പോൾ തിൻ വയറാണ്, കനം കുറഞ്ഞ വയറാണ് സേഫ്റ്റി ഫ്യൂസ് ആയിട്ട് എടുക്കുന്നത്. വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ ദിസ്? ഇതിന് കാരണം എന്താണ്? എക്സസ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഫ്യൂസ് വയർ പൊട്ടിപ്പോവും. അപ്പം അവിടെ പ്രശ്നമൊന്നുമില്ലാതെ എക്യുപ്മെന്റും ഒക്കെ ഡാമേജിൽ നിന്ന് രക്ഷപ്പെടും. മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ കാന്തം, കാന്തവും വൈദ്യുതിയും. അറേഞ്ച് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് കീപ് ഇറ്റ് സ്വിച്ച്ഡ് ഓഫ്. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് അറേഞ്ച് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ആക്കി വെക്കണം. ബ്രിങ് എ പിവോട്ടഡ് മാഗ്നറ്റിക് നീഡിൽ ജസ്റ്റ് ബിലോ ദ കോപ്പർ വയർ. എന്നിട്ട് ഒരു മാഗ്നറ്റിക് നീഡിൽ, കാന്തിക സൂചി കൊണ്ടുവരണം ബിലോ ദ കോപ്പർ വയറിന് താഴെ. ഒബ്സർവ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ. ഇപ്പൊ മാഗ്നറ്റിക് നീഡിലിന്റെ ദിശ നോക്കുക. നൗ സ്വിച്ച് ഓൺ ദ സർക്യൂട്ട്. എന്നിട്ട് സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുക. ആൻഡ് ഒബ്സർവ് ദ മാഗ്നറ്റിക് നീഡിൽ ഇപ്പൊ നോക്കുക. അപ്പൊ അറേഞ്ച്മെന്റിന്റെ നോക്കുക. ചിത്രത്തിന് താഴെ ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ പ്രവർത്തനം കറണ്ട് ഇല്ലാത്തപ്പോഴും കറണ്ട് ഉള്ളപ്പോഴും എങ്ങനെയായിരിക്കും എന്നാണ് നോക്കുക, ശ്രദ്ധിക്കുക. ഇനി MCB. MCB means miniature circuit breaker. Nowadays MCB use instead of safety fuse in house. ഹൗസിൽ ഈ സേഫ്റ്റി ഫ്യൂസിന് പകരം MCB ആണ് ഉപയോഗിക്കുന്നത്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ് ഉപയോഗിക്കുന്നത്. This device break a circuit whenever there is an excess flow of current. എവിടെയെങ്കിലും എക്സസ് ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടെങ്കിൽ ഈ ഡിവൈസ് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്ത് പോവും. വാട്ട് ഡു യു സീ? നിങ്ങൾ എന്താണ് കാണുന്നത്? ഒബ്സർവ് ദ മാഗ്നറ്റിക് നീഡിൽ ആഫ്റ്റർ സ്വിച്ചിങ് ഓഫ് ദ സർക്യൂട്ട്. ഡോണ്ട് യു സീ ദ നീഡിൽ റിട്ടേണിംഗ് ടു ഇറ്റ് ഒറിജിനൽ പൊസിഷൻ. ഇപ്പം നിങ്ങൾ അതുകൂടാതെ ഇവിടെ ഈ ചിത്രത്തിലെ മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പറ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ എന്താണ് കാണുന്നത്? ഇനി മാഗ്നറ്റിക് നീഡിൽ സ്വിച്ച് ഓഫ് ചെയ്തതിന്, സർക്യൂട്ട് സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം നിങ്ങൾ നോക്കുക. ഡോണ്ട് യു സീ ദ നീഡിൽ റിട്ടേണിംഗ് ടു ഇറ്റ് ഒറിജിനൽ പൊസിഷൻ. റിട്ടേൺ ചെയ്യുമ്പോൾ ആ പഴയ പൊസിഷനിലേക്ക് നീഡിൽ സൂചി വരുന്നുണ്ട്. നൗ റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് ആഫ്റ്റർ പ്ലേസിംഗ് ദ മാഗ്നറ്റിക് നീഡിൽ അബോവ് ആൻഡ് ഓൾസോ. വീണ്ടും വീണ്ടും ഈ പരീക്ഷണം ഇങ്ങനെ ഈ മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിച്ച് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ. The side of the copper wire, what do you observe? ഈ കോപ്പർ വയറിന്റെ സൈഡിൽ നിങ്ങൾ എന്താണ് കണ്ടത്? Bring another magnet near the pivoted magnetic needle. Bring എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. എന്താ? another magnet, വേറൊരു കാന്തത്തിനം കൊണ്ടുവരിക. എവിടെ? near the pivoted magnetic needle. ഈ കാന്തിക സൂചിയുടെ അടുത്ത്. Does it move instantly? പെട്ടെന്ന് ഇത് ചലിക്കുന്നുണ്ടോ? Hope you have understand that a magnetic field is formed around a current carrying conductor. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്താ? ഒരു മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക ക്ഷേത്രം ഈസ് ഫോംഡ്, ഉണ്ടായി. എവിടെ? അറൗണ്ട് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ അടുത്തായിട്ട് മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക ക്ഷേത്രം ഉണ്ടായതായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. Enter the activities and observation in your science diary. നിങ്ങൾ ഈ കണ്ട ഈ പ്രവർത്തനത്തിന്റെ നിരീക്ഷണങ്ങളും ഒബ്സർവേഷനും ഒക്കെ നിങ്ങൾ എന്ത് ഇവിടെ എഴുതി വെക്കണം? നിങ്ങളുടെ സയൻസ് ഡയറിയിൽ കുറിച്ചു വയ്ക്കണം. Let us make an electromagnet. നമുക്കൊരു ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കിയാൽ നോക്കിയാലോ? നോക്കാം. Take an insulated copper wire. എങ്ങനെയുള്ള കോപ്പർ വയർ എടുക്കണം? ഇൻസുലേറ്റഡ് കോപ്പർ വയർ എടുക്കണം. അതിന് എത്ര ലെങ്ത് വേണം? 75 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ടായിരിക്കണം. എന്നിട്ടോ wind it closely over an iron nail from one end to the other. എന്നിട്ട് അതിനെ വൈൻഡ് ചെയ്യണം. ഇങ്ങനെ ക്ലോസ് ആയിട്ട്, വളരെ ക്ലോസ് ആയിട്ട്. അതിന്റെ പുറത്ത് എന്ത് വേണം? ഓവർ ആൻ അയൺ നെയിൽ. അയൺ മീൻസ് ഇരുമ്പ്, ഇരുമ്പ് നെയിൽ, ആണി. ഫ്രം വൺ എൻഡ് ടു ദ അതർ, ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ ഉണ്ടായിരിക്കണം. റിമൂവ് ദ ഇൻസുലേഷൻ ഫ്രം ബോത്ത് എൻഡ് ഓഫ് ദി വയർ. രണ്ട് സൈഡിൽ നിന്നും ഇൻസുലേഷൻ മാറ്റുക.
ആൻഡ് കണക്ട് ദം ടു എ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുക. ബ്രിങ് സം പിൻ നിയർ ദ നെയിൽ. ഈ ആണി അരികിലായിട്ട് കുറച്ച് മുട്ടുസൂചി കൊണ്ടുവരിക. വാട്ട് ഡു യു സീ? നിങ്ങൾ എന്ത് കാണും? ഹിയർ ദ നെയിൽ ബിക്കം എ മാഗ്നറ്റ് ടെമ്പറലി. ഇവിടെ നമ്മൾ കണ്ടു ഈ നെയിൽ, ഈ ആണി എന്തായിട്ട് മാറി? മാഗ്നറ്റ് ആയിട്ട് മാറി. There are many devices that make use of electromagnet. പല ഡിവൈസുകൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക് ബെൽ, ഇലക്ട്രിക് മോട്ടോർ ഉണ്ടല്ലോ. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾ. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ഇനി നോക്കുക. ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി, വീട്ടിലെ ഇലക്ട്രിസിറ്റി. ഫ്രം വെയർ ഡു വി ഗെറ്റ് ഇലക്ട്രിസിറ്റി നീഡഡ് ടു ഓപ്പറേറ്റ് ദ ഇലക്ട്രിക് ഡിവൈസ് ഇൻ അവർ ഹൗസ്? നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് ഡിവൈസ് പ്രവർത്തിക്കാനുള്ള കറണ്ട് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഡിഡ് യു നോട്ടീസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെയുള്ള എന്താണ്? വാട്ടർ ലെവൽ ഇൻ ദ ഡാം ഗോസ് ഡൗൺ. വാട്ടർ ലെവൽ താഴേക്ക് പോയി. ലോഡ് ഷെഡിങ് ലൈക്ക്ലി, മിക്കവാറും ഇവിടെ ലോഡ് ഷെഡിങ് ഉണ്ടായിരിക്കും. തിരുവനന്തപുരം. ലോഡ് ഷെഡിങ് ഈസ് ലൈക്ലി ഇൻ ദ സ്റ്റേറ്റ് ഡ്യൂ ടു സ്റ്റീപ്പ് ഫാളിംഗ് വാട്ടർ ലെവൽ ഇൻ ദ ഡാം. അതായത് സ്റ്റീപ്പായിട്ടുള്ള വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ താന്നു, വെള്ളം ഡാമിൽ താന്നുകൊണ്ട് എന്ത് കാണും? ലോഡ് ഷെഡിങ് കാണും എന്നുള്ള പത്രവാർത്തയാണ്. അതിൻ്റെ ഒരു ശകലമാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ അവൈലബിലിറ്റി ഓഫ് റെയിൻ ആൻഡ് ലോഡ് ഷെഡിങ്? ഇവിടെ അവൈലബിലിറ്റി എന്ന് കിട്ടുക എന്താ? റെയിനും, മഴ കിട്ടുന്നതും അതിന്റെ സാധ്യതയും ലോഡ് ഷെഡിങ്ങും തമ്മിലുള്ള ബന്ധം എന്താണ്? കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി നോക്കുക. ബോക്സിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് കൊടുത്തിരിക്കുന്നത്? ക്രിസ്ത്യൻ ഒയർസ്റ്റഡ്. ഇത് ആരാണ്? ക്രിസ്ത്യൻ ഒയർസ്റ്റഡ്. The scientist Christian Oersted discovered that a magnetic field is produced around a current carrying conductor. അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക ക്ഷേത്രം ഉണ്ടാകുന്നു. എവിടെ? ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് അടുത്തായിട്ട്. ഇലക്ട്രോമാഗ്നറ്റ് ആർ മെയ്ഡ് ബൈ. ഇലക്ട്രോമാഗ്നറ്റിക് നമുക്ക് നിർമ്മിക്കാം. മെയ്ഡ് ബൈ എങ്ങനെ? യൂട്ടിലൈസിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഇലക്ട്രിസിറ്റിയും ഈ മാഗ്നറ്റിസം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇലക്ട്രോമാഗ്നറ്റുകൾ ഉണ്ടാക്കാം എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്തൊന്ന് ശ്രദ്ധിക്കുക. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ജലത്തിൽ നിന്ന് വൈദ്യുതി എടുക്കുന്ന ആ സ്റ്റേഷനാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. Electricity is produced making use of energy of the water stored in dam. ഇവിടെ ഡാമിൽ ശേഖരിച്ചു വയ്ക്കുന്ന ജലത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി എടുക്കുന്നു. The water stored in a height in dam is made to flow through penstock pipe to reach the turbine installed at a very low level. അതായത് നമുക്കറിയാം ഡാമിൽ വെള്ളം ഹൈറ്റിലാണ് ശേഖരിച്ചിരിക്കുന്നത്, അത് താഴേക്ക് ഒഴുകുക അല്ലെ. വാട്ടർ സ്റ്റോർഡ് അറ്റ് എ ഹൈറ്റ് ഇൻ ഡാം ഈസ് മെയ്ഡ് ടു ഫ്ലോ ത്രൂ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി കടത്തിവിടാൻ താഴേക്ക്. ടു റീച്ച് ദ ടർബൈൻ ഇൻസ്റ്റാൾഡ് അറ്റ് എ വെരി ലോ ലെവൽ. താഴെ ടർബൈൻ വെച്ചിട്ടുണ്ട്, അവിടേക്ക് ഈ വെള്ളത്തെ കടത്തിവിടുക. ദ ടർബൈൻ റൊട്ടേറ്റ്. അപ്പം ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും യൂസിങ് ദ എനർജി ഓഫ് ഫ്ലോയിങ് വാട്ടർ. വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്ക് താഴേക്ക്, അതുകൊണ്ട് ടർബൈൻ കറങ്ങും. ഇറ്റ് മേക്ക് ദ ജനറേറ്റർ വർക്ക്. അതുകൊണ്ട് ജനറേറ്ററും വർക്ക് ചെയ്യും. ആൻഡ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. അവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടും. There are arrangements to control the flow of water as per our requirement of electricity. Requirement നമ്മുടെ ആവശ്യം, നമ്മുടെ ആവശ്യം അനുസരിച്ച് ഈ വെള്ളം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് താഴത്തേക്ക് വിടാനുള്ള അറേഞ്ച്മെന്റും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാം. Observe the picture of the hydroelectric power station.
ഇതൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണ്, അതിന്റെ ചിത്രമാണ്, നോക്കുക. ഹൗ ഡസ് ദ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് അറ്റ് എ പവർ സ്റ്റേഷൻ റീച്ച് അവർ ഹോം? ഇപ്പൊ ഈ പവർ സ്റ്റേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഈ വെള്ളം, ഉണ്ടാക്കുന്ന വെള്ളം എങ്ങനെയാണ്, ആ വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ എത്തിച്ചേരുന്നത് ആലോചിച്ചിട്ടുണ്ടോ? അപ്പം വെള്ളം ഡാമിൽ ഉയരത്തിൽ കെട്ടി നിർത്തി അത് പൈപ്പ് വഴി താഴേക്ക് ശക്തമായിട്ട് ഒഴുക്കുന്നു. എന്നിട്ട് അവിടെ ടർബൈൻ വെച്ചിട്ടുണ്ട്. ആ ടർബൈനെ അത് കറക്കി പിന്നെ ജനറേറ്റർ ഒക്കെ പ്രവർത്തിപ്പിച്ച് അത് അവിടെ നിന്ന് നമുക്ക് കറണ്ട് കിട്ടുന്നു അല്ലേ. അപ്പം കറണ്ടിന്റെ എങ്ങനെയാ ഉൽപ്പാദിപ്പിക്കുന്നൊക്കെ കണ്ടല്ലോ. അപ്പം അവിടെ വെള്ളത്തിൽ നിന്ന് കറണ്ട് എടുക്കുന്ന, ഇലക്ട്രിസിറ്റി എടുക്കുന്ന അതിനെയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ആ സ്റ്റേഷൻ, വെള്ളത്തിൽ നിന്ന് കറണ്ട് എടുക്കുന്ന ആ സ്റ്റേഷൻ, അതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അപ്പോൾ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ കേരളത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ പള്ളിവാസലാണ്. പിന്നെ ഏറ്റവും വലിയ ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കി. കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇനിയും നെവർ വേസ്റ്റ് ഇലക്ട്രിസിറ്റി, ഒരിക്കലും ഇലക്ട്രിസിറ്റി എന്താക്കരുത്, പാഴാക്കരുത്. We know the importance of electricity as the most used form of energy. നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് യൂസ്ഡ് ഫോം ഓഫ് എനർജി, എനർജിയുടെ ഏറ്റവും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ളതാണ്. The regulation of power supply in the form of load shedding and power cut is imposed when the demand for electricity increases while its production does not. അതായത് റെഗുലേഷൻ, പരിമിതപ്പെടുത്തുക എന്തിന്റെ, പവർ സപ്ലൈ. എങ്ങനെ? ലോഡ് ഷെഡിങ്ങും പിന്നെ പവർ കട്ടുമായിട്ട് അല്ലെ, മിക്കവാറും കാണും ലോഡ് ഷെഡിങ് ആണ്, പവർ കട്ടാണ്. എപ്പോഴാണ്? വെൻ ഡിമാൻഡ് ഫോർ ഇലക്ട്രിസിറ്റി ഇൻക്രീസസ്, അപ്പൊ ഡിമാൻഡ് ആവും, ഒത്തിരി നമുക്ക് ആവശ്യമാവും ഇലക്ട്രിസിറ്റിയുടെ. പക്ഷേ വൈൽ ഇറ്റ് പ്രൊഡക്ഷൻ ഡസ് നോട്ട്, അതിന്റെ പ്രൊഡക്ഷൻ, ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ, ഉൽപാദനം കാണുകയില്ല, പക്ഷെ ആവശ്യം കൂടുതലാണ്. ഡസ് നോട്ട്, അങ്ങനെയല്ലേ? ഹൗ ഡു വി ഫേസ് ദിസ് ചലഞ്ച്? ഈ വെല്ലുവിളിയെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്? ഡോണ്ട് യു തിങ്ക് വി നീഡ് ടു യൂസ് ദ അവൈലബിൾ ഇലക്ട്രിസിറ്റി ജുഡീഷ്യസ്ലി? നമ്മൾ നിയമപരം, ആവശ്യപരമായാണോ, അങ്ങനെ നമ്മൾ നീതിപരമായാണോ ഈ ഇലക്ട്രിസിറ്റി നമ്മൾ ഉണ്ടാക്കുന്നത്, ഉപയോഗിക്കുന്നത്? ആൻഡ് അവോയ്ഡ് സിറ്റുവേഷൻ ഓഫ് വേസ്റ്റിംഗ് ഇറ്റ്, വേസ്റ്റ് എന്ന സാഹചര്യം നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ? നമ്മളിപ്പം ബൾബൊക്കെ കത്തിച്ചിട്ടിട്ടായിട്ട് നമ്മുടെ ആവശ്യം കഴിയുമെന്നത് നമ്മളത് ഓഫ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യും അല്ലേ. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമ്മളവർക്ക് കറണ്ടിന് ഇച്ചിരി പൈസ അവിടെ കൂടുതലാവുമല്ലോ, കറണ്ട് ചെയ്യാറില്ല, കുറ്റമില്ലെന്ന്. പക്ഷെ ആ പൈസയുടെ അതല്ല നോക്കേണ്ടത്, കൂടുതലാവോ കുറവോ ആകുമോ എന്നല്ല. നമ്മളത് എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമുക്ക് കുറച്ച് കറണ്ടൊക്കെ മതിയായിരിക്കും, പക്ഷെ അത് ഒത്തിരി ഇല്ല, ഇൻഡസ്ട്രിയിലൊക്കെ കൂടുതൽ കാര്യങ്ങൾക്കൊക്കെ വൻതോതിൽ ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. അപ്പൊ നമുക്ക് മറ്റ് പ്രവർത്തനങ്ങൾ, നമ്മുടെ ഫുഡ് അങ്ങനെ അതൊക്കെ മാത്രം പോരല്ലോ അല്ലെ, ബാക്കി ഒത്തിരി പ്രവർത്തനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കൂടിയേ തീരൂ. അപ്പൊ മറ്റ് അങ്ങനെ ലോക കാര്യങ്ങളിലേക്ക് അല്ലെ രാജ്യത്തിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ സേവ് ചെയ്താൽ, നമ്മുടെ വീടുകളിൽ തന്നെ സേവ് ചെയ്താൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെയൊക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഇലക്ട്രിസിറ്റി ഇങ്ങനെ നമ്മളിലൂടെ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നെവർ വേസ്റ്റ് ഇലക്ട്രിസിറ്റി. Given below are certain situation when electricity is wasted. താഴെ പറയുന്ന കുറെ സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആകുന്നുണ്ട്. ഡു സച്ച് സിറ്റുവേഷൻസ് അറൈസ് ഇൻ യുവർ ഹൗസ്? ഇങ്ങനെയുള്ള സാഹചര്യം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്നുണ്ടോ? നോക്കിക്കേ. Bulb and fan switch on even when there is no one in the room. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ആരും റൂമിലില്ല, അപ്പം ഇലക്ട്രിസിറ്റിയും ബൾബും പ്രവർത്തിക്കുന്നുണ്ടോ? ചിലപ്പോ ഒക്കെ അങ്ങനെ നമ്മൾ അറിയാതെയൊക്കെ അങ്ങനെ ഇട്ടിട്ട് പോവും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ടി വി സ്വിച്ച് ഓൺ ഈവൻ വെൻ ദർ ഈസ് നോ വൺ ടു വാച്ച് ഇറ്റ്. ടി വി ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് അങ്ങ് പോവുക, ആരും കാണാനൊന്നും ഇല്ല. ബൾബ് സ്വിച്ച് ഓൺ ഈവൻ ഡ്യൂറിങ് ഡേ ടൈം. പകൽ ഇങ്ങനെ ബൾബ് കത്തിച്ചിടുക. റെഫ്രിജറേറ്റർ ലെഫ്റ്റ് ഓപ്പൺ. റെഫ്രിജറേറ്റർ തുറന്നു വയ്ക്കുക, ഡോറൊക്കെ ഇങ്ങനെ തുറന്നിടുക. Find out more such situation and add them to list.
നെക്സ്റ്റ് നോക്കിക്കേ, വാട്ട് സ്റ്റെപ്പ് ക്യാൻ വി ടേക്ക് ടു അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സച്ച് സിറ്റുവേഷൻ? ഈ പറഞ്ഞ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആകുന്നത് തടയാൻ സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനിയും while selecting electric appliances. In the science club, present your suggestion for including the consumption of electricity. സയൻസ് ക്ലബിൽ നിങ്ങൾ എന്താ അവതരിപ്പിക്കണം? പ്രസന്റ് ചെയ്യണം യുവർ സജഷൻസ്, നിർദ്ദേശങ്ങൾ. എന്തിനു വേണ്ടി? ഫോർ റെഡ്യൂസിങ്, കുറയ്ക്കുക, ദ കൺസപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സയൻസ് ക്ലബിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതുക. റിമെമ്പർ ടു പ്രിപ്പയർ പാംലെറ്റ്സ് ആൻഡ് പോസ്റ്റേഴ്സ് ആസ് വെൽ. അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കണം എന്ത്? ടു പ്രിപ്പയർ, നിർമ്മിക്കാൻ, പാംലെറ്റ്സ് അതായത് ലഘുലേഖകളും ആൻഡ് പോസ്റ്ററുകളും ആസ് വെൽ. ഓക്കെ. ഇനിയും ഇലക്ട്രിക് ഷോക്ക്. You may know that the electricity used at home is more powerful than what you get from a torch cell. അതായത് നിങ്ങൾക്കറിയാം, വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഈ ടോർച്ച് ബൾബിൽ നിന്ന് കിട്ടുന്ന ആ സെല്ലിന്റെ കറണ്ടിനേക്കാൾ എങ്ങനെയായിരിക്കും? വളരെ തീവ്രതയുള്ളതായിരിക്കും, പവർഫുൾ ആയിരിക്കും, ശക്തമായിരിക്കും അല്ലേ? ഇലക്ട്രിസിറ്റി ക്യാൻ കോസ് ആക്സിഡന്റ് ഇഫ് നോട്ട് യൂസ്ഡ് കെയർഫുള്ളി. ഇലക്ട്രിസിറ്റി നമുക്ക് കാരണമാകും എന്ത്? ആക്സിഡന്റ്, അപകടങ്ങൾക്ക്. എങ്ങനെയാണെങ്കിൽ? ഇഫ് നോട്ട് യൂസ്ഡ് കെയർഫുള്ളി, നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ. ആൻഡ് മേ ഈവൻ ലീഡ് ടു ഡെത്ത്, അത് മരണത്തിലേക്ക് നയിക്കും. ഹിയർ ആർ സം സിറ്റുവേഷൻ ലീഡിങ് ടു ആൻ ഇലക്ട്രിക് ഷോക്ക്. ഇവിടെ കുറെ സാഹചര്യങ്ങൾ തരികയാണ് ഇലക്ട്രിക് ഷോക്കിലേക്ക് നയിക്കുന്നതിനുള്ള ചില സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ കൊടുത്തേക്കുന്നത് ഓപ്പറേറ്റിംഗ് എ സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ്. സ്വിച്ച് വെറ്റ് ഹാൻഡ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ, വെറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ കൈ. റിമൂവിങ് പ്ലഗ് പിൻ വിത്ത് ദ സ്വിച്ച് ഈസ് ഓൺ. സ്വിച്ച് ഓൺ ആക്കിക്കൊണ്ട് ആ പ്ലഗ് പിന്ന് നിങ്ങൾ മാറ്റുക. യൂസിങ് വയേഴ്സ് വിതൗട്ട് ഇൻസുലേഷൻ. ഇൻസുലേഷൻ ഇല്ലാത്ത വയർ ഉപയോഗിക്കുക. ചേഞ്ചിങ് ബൾബ് വെൻ ദ സ്വിച്ച് ഈസ് ഓൺ. നമ്മൾ ബൾബൊക്കെ മാറ്റുമല്ലോ, അത് സ്വിച്ച് ഓൺ പൊസിഷനിൽ ഇട്ടുകൊണ്ട് ബൾബ് മാറ്റരുത്. അപ്പം നമ്മൾക്ക് ഷോക്ക് അടിക്കും. അപ്പം ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്ന വിധം കണ്ടല്ലോ. 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കുറെ കാര്യങ്ങളോട് നിങ്ങൾ അത് കണ്ടെത്തി എഴുതണം. വെൻ യു ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക്. ഇനി ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. വാട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഷുഡ് വി ടേക്ക് ടു സേവ് എ പേഴ്സൺ ഹു ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക്. ഇനി ഒരു വ്യക്തിക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായി, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ആ വ്യക്തിയെ സഹായിക്കാനായിട്ട്, സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ദ ഫസ്റ്റ് തിങ് ടു ഡു ഈസ് ടു കട്ട് ഓഫ് ദി ഇലക്ട്രിക് കണക്ഷൻ. ആദ്യം എന്ത് ചെയ്യും? ഇലക്ട്രിക് കണക്ഷൻ നമ്മൾ കട്ട് ഓഫ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫോർ ദീസ് ഐദർ സ്വിച്ച് ഓഫ് ദ ഇലക്ട്രിക് സപ്ലൈ. ഇലക്ട്രിക് സപ്ലൈ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യണം. ഓർ റിമൂവ് ദ ഫ്യൂസ്, അല്ലെങ്കിൽ ഫ്യൂസ് മാറ്റണം. ഇൻ കേസ് ദിസ് ഈസ് നോട്ട് പോസിബിൾ. ചില സാഹചര്യത്തിൽ ഇതൊന്നും മെയിനൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. പോസിബിൾ എന്നാണ് സാധ്യമാകുക. പുഷ് എവേ ദ അഫക്റ്റഡ് പേഴ്സൺ യൂസിങ് മെറ്റീരിയൽ വിച്ച് ഡോണ്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പുഷ് അവേ, തള്ളിയിടണം. ആരെ? ദ അഫക്റ്റഡ് പേഴ്സൺ. നമ്മൾ ഇലക്ട്രിക് ഷോക്ക് ഏറ്റ വ്യക്തിയെ നമ്മൾ തള്ളി മാറ്റണം. എന്ത് ഉപയോഗിച്ച്? യൂസിങ് മെറ്റീരിയൽ, വസ്തുക്കൾ ഉപയോഗിച്ച്. വിച്ച് ഡോണ്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കടത്തിവിടാത്ത പ്ലാസ്റ്റിക്, അങ്ങനെയുള്ള വസ്തുക്കൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ മനുഷ്യനെ, ഷോക്ക് ഏറ്റ ആളെ തള്ളി മാറ്റണം, ഇടണം. The person should be taken to the nearest hospital immediately if the shock is severe. ഇനി നല്ല സിവിയർ ആണെങ്കിൽ, ഫാറ്റൽ ആണെങ്കിൽ ഈ പേഴ്സൺ എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. ഗീവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇഫ് നെസസറി. വേണമെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ, അനക്കമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ട് ശ്വാസം കൊടുക്കണം. വാം ദ ബോഡി ബൈ മാസിങ് സോഫ്റ്റ്ലി. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ബോഡി ചൂടാക്കിക്കൊണ്ട് ഇരിക്കണം. മാസേജിങ് സോഫ്റ്റ്ലി. മസാജ് ചെയ്യുന്ന തിരുമ്മി കൊടുക്കുക. ഇഫ് ദ ഹാർട്ട് ബീറ്റ് സീസ്, മീൻസ് സ്റ്റോപ്പ്.
ഹാർട്ട് ബീറ്റ് നിർക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പ്ലേസ് യുവർ പാം one over the other on the person's chest. ആ മനുഷ്യന്റെ ചെസ്റ്റിലേക്ക് നമ്മുടെ കൈകൾ വെച്ചിട്ട് പ്രസ് ചെയ്യണം, അമക്കണം. ആൻഡ് സ്റ്റാർട്ട് പ്രസ്സിങ് ഡൗൺ ആൻഡ് ദെൻ റിലീസ്. നമ്മൾ പ്രസ് ചെയ്യണം, റിലീസ് ചെയ്യണം, കൈവിടണം, അങ്ങനെ അമക്കിക്കൊണ്ടിരിക്കണം. കണ്ടിന്യൂ ദിസ് പ്രോസസ് അണ്ടിൽ ദ ഹാർട്ട് സ്റ്റാർട്ട് ബീറ്റിംഗ് ഓൺ ഇറ്റ്സ് ഓൺ. അങ്ങനെ ഹാർട്ട് അടിക്കുന്നിടം വരെ നമ്മൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം. So far we have discussed the arrangement for the flow of electricity. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് അറേഞ്ച്മെന്റിനെ കുറിച്ചാണ്. എന്തിനെ? ഫോർ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി, കടന്നു പോകുന്ന വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇടുക്കി പവർ സ്റ്റേഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇൻ കേരള. ഇനി അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആയതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, വെള്ളത്തിൽ നിന്ന് കറണ്ട് എടുക്കുന്ന ഇടുക്കിയാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വി ഓൾസോ യൂസ് ദ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ഇൻ അതർ പവർ സ്റ്റേഷൻ. നമ്മൾ വേറെ പവർ സ്റ്റേഷനിലുള്ള ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡു യു നോ വിച്ച് ആർ ദ അതർ പവർ സ്റ്റേഷൻ? മറ്റേതൊക്കെയാണ് പവർ സ്റ്റേഷൻ നിങ്ങൾക്ക് അറിയാമോ? എവിടുത്തെ? ഇൻ കേരള. കളക്ട് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദം ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. ഇതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് സയൻസ് ഡയറിയിൽ എഴുതി വെക്കുക. ഓക്കെ. ഇമാജിൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ദാറ്റ് സ്പ്രെഡ് ഓൾ ഓവർ കേരള. നമ്മൾ ഭാവനയിൽ കാണാൻ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ദാറ്റ് സ്പ്രെഡ് ചെയ്ത് കിടക്കും ഓൾ ഓവർ കേരള. ഈസിൻറ്റ് ഇറ്റ് അമേസിങ്? എത്ര അമേസിങ് ആയിരിക്കും അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുട്ടികളെ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. വൈൽ സെലക്ടിങ് ഇലക്ട്രിക് അപ്ലയൻസസ് ഉപയോഗിക്കുമ്പോൾ, സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തിരഞ്ഞെടുക്കുമ്പോൾ. സ്റ്റാർ സിമ്പിൾസ് ആർ മാർക്ക്ഡ് ഓൺ ഇലക്ട്രിക് അപ്ലയൻസസ്. സ്റ്റാർ സിമ്പിൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഡിവൈസസിലൊക്കെ. ദ നമ്പർ ഓഫ് സ്റ്റാർസ് ഓൺ ദം ഇൻഡിക്കേറ്റ് ദ എനർജി എഫിഷ്യൻസി ഓഫ് ദ ഡിവൈസ്. ഈ സ്റ്റാറിന്റെ എണ്ണം അനുസരിച്ചായിരിക്കും അതിന്റെ എനർജി, അതായത് ഊർജത്തിന്റെ എഫിഷ്യൻസി. See that you select electric device with more number of stars. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? ഇലക്ട്രിക് ഡിവൈസ് തിരഞ്ഞെടുക്കുമ്പോൾ more number of stars, കൂടുതൽ നമ്പർ ഓഫ് സ്റ്റാർസ് ഉള്ളതായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ കുട്ടികളെ, ഈ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? Children, we learn many things about the electric circuit. Okay, from this children get many ideas, doesn't it? How we can escape from electric shock. Also, to avoid the excess use of electricity and save electricity. So, this chapter is very helpful to all children. Okay, thank you.